ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ബെല്ലി ഫാറ്റിനാണ് കേട്ടോ. ബെല്ലി ഫാറ്റിൻ്റെ മാത്രമായിട്ട് ചെയ്തിട്ട് എനിക്കൊന്നിപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അതിന് മുന്നേ കുറേ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ബെല്ലി ഫാറ്റിന് ഏതൊക്കെ ഇതുണ്ടോ അതൊക്കെ ചെയ്യാനായിട്ട് നമുക്കിഷ്ടമാണല്ലോ. വയറ് കുറയ്ക്കാൻ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളിതൊന്നും ചെയ്തോളൂ. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. കാരണം നമ്മളിങ്ങനെ കാലം മടക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് ശീലമായിക്കോളും. ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ വെറും നിലത്ത് ഇരിക്കരുത് കേട്ടോ. ഒന്നുകിൽ ബെഡിലിരിക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിലത്താണ് ഇത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ യോഗ മാറ്റൊക്കെ വിരിക്കുക. അത് യോഗ മാറ്റ് വിരിച്ചിട്ട് നമ്മൾ മുട്ടിൻ്റെ അവിടെ എന്താണ് അത് കുറച്ച് ടവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മടക്കി വയ്ക്കുക. അധികം ഇത് നിങ്ങൾക്ക് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം മുട്ട് നമ്മൾ അത്ര അരുമയോടെ കൊണ്ടു നടക്കേണ്ടതെന്നാണ് അതിൻ്റെ നമുക്ക് ആവശ്യമായ ഒത്തിരി സാധനങ്ങളുള്ളതാണ് ഈ മുട്ടിൽ. അപ്പോൾ അതിനൊന്നും നമുക്കൊരു ഉടവോ ചതവോ അങ്ങനെ വരാണ്ട് കൊണ്ടു നടക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നിൽ ബെഡിൽ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ കണക്ക് നമ്മളെ മുട്ടിനധികം ഇത് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, ടവലോ മറ്റും മടക്കി വെച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി പാടായിരിക്കും. ഞാനിപ്പോൾ ഇതിലൊരു 20 വെച്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 10 എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 10 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു. ഞാനിപ്പോൾ ഇതിലൊരു മൂന്ന് ടൈപ്പ് കൈ 3 ടൈപ്പും ഇത് നമ്മൾ കാലെടുക്കുന്ന ഒരു ടൈപ്പേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ കാലത് ഇതുപോലെ കുത്തി വയ്ക്കരുത് കേട്ടോ. വിരലിൽ നിൽക്കാൻ പാടില്ല. നമ്മൾ അല്ലാണ്ട് ചെരിച്ച് ഇതേപോലെ കാല് ചെരിച്ചിടേണ്ട കേട്ടോ. ഈ വിരലിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. നമ്മുടെ വെയിറ്റ് അങ്ങനെ അത്രയും വിരലിൽ താങ്ങില്ല. അപ്പോൾ ഇതേപോലെയാണ് കാൽ വെക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. വിരലിൽ കയറി ഇരുന്നിട്ട് കാല് വേദന വിരലിന് ക്ഷതമെന്നൊന്നും പറയരുത് കേട്ടോ. അതെ, മുട്ട് ഇത്ര ഡിസ്റ്റൻസിൽ വയ്ക്കുക കേട്ടോ. ചേർത്ത് വെക്കേണ്ട, കുറച്ച് ഇത്ര ഡിസ്റ്റൻസിൽ കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കാലിലോട്ട് ഇരിക്കേണ്ടത്. ഇത്ര ഡിസ്റ്റൻസിൽ വെച്ചാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുക. നല്ല നട്ടെല്ലൊക്കെ നിവർത്തി വയ്ക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ചെയ്യാം. കാരണം നമ്മൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമുക്ക് ഉടക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. നമ്മൾ കറക്റ്റെല്ലാം എടുക്കുന്നതെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കൈ ഇതാണ് ഫസ്റ്റ് എടുക്കുന്നത്. എങ്ങനെയാണ് കേട്ടോ, ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ അറിയാത്തവർക്കാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് കേട്ടോ. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അത് ആദ്യത്തെ പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 20 വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഒരു 10, പിന്നെ കുറച്ച് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ 10 വെച്ചെടുക്കാം. അപ്പം നമുക്കൊന്ന് തുടങ്ങാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. നിങ്ങൾക്ക് 10 പറ്റുന്നുള്ളെങ്കിൽ 10 എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നെക്സ്റ്റിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നല്ല ഫസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കാല് കഴപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ചെരിഞ്ഞ് ഒന്ന് ഇരുന്നിട്ട് നെക്സ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം നല്ല നമ്മൾ മടക്കി വെച്ചേക്കുന്നതുകൊണ്ടൊക്കെ നല്ല പെയിനായിരിക്കും. അത് ചെയ്യാതിരിക്കുന്നുണ്ട്. പിന്നെ ഒന്നങ്ങ് ശീലമായിക്കോളൂ കേട്ടോ. നമുക്ക് ഫസ്റ്റ് കുറച്ച് ദിവസത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് ഓക്കെ. അപ്പം 10 വെച്ചങ്ങ് തുടങ്ങിയാൽ മതി. 1 2 3 4 5 6 7 8 9 10. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും താരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് വെച്ചാൽ ആ രീതിയിൽ ഇതുപോലെ ഇതൊന്നും ചെയ്താൽ മതി. ഇപ്പോൾ ഫുൾ അങ്ങ് ബോഡി കംപ്ലീറ്റ് കാലിലോട്ട് ടച്ച് ചെയ്ത് എന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തോളൂ കേട്ടോ. നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മളെ ബോഡിക്ക് ചേഞ്ച് വന്നോളൂ. നമ്മൾ നല്ല ഫ്ലെക്സിബിൾ ആയിക്കോളും. അപ്പോൾ അത് നമുക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ വയറിന് ചെയ്യുമ്പോൾ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തിന് നല്ല കേട്ടോ. അതായത് നമ്മുടെ അവിടുത്തെ ഫാറ്റും കുറയും. പിന്നെ നമ്മൾ കൈ ഡിഫറെൻറ്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനും കുറച്ച് ഉപയോഗമുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന കൈ ഇതാണ് കേട്ടോ. നമ്മളെ മുറുക്കി പിടിച്ച് വന്ന് ഇതൊക്കെ 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് വീണ്ടും ഒരു 10 കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇത് നമ്മൾ കൈയൊക്കെ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വയറാണ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ കൂടെ മറ്റ് കുറേ ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ ഈ ഹാർട്ടിന് നല്ല കേട്ടോ. നമ്മളിങ്ങനെ
കൈ പുറകിലോട്ടൊക്കെ എടുക്കുന്നത് അതേ ഭാഗം തന്നെ നമ്മുടെ കൈയുടെ നേരെ പുറകിലെ മുതുകിൻ്റെ ഭാഗം അവിടുത്തെ മസിലിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കൂടെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ കൂടെ അങ്ങ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുക. നമ്മൾ ചെയ്യാൻ റെഡിയായിട്ട് വന്ന് വീഡിയോ ഓണാക്കുക, എന്നിട്ട് കൂടെ ചെയ്തു പോട്ടെ. എപ്പോഴും അതാണ് നല്ലത്. അതെ, നെക്സ്റ്റ് വരുന്നത് കൈ ഇങ്ങനെ എടുക്കുക. ഇത് നമ്മളുടെ ബ്രസ്റ്റ് സാഗിങ്ങിൻ്റെ ഒരു വീഡിയോ നിന്നിട്ട് കൈ ഇങ്ങനെ ഉയർച്ച ചെയ്തിട്ടുണ്ട്. ആ കൈയാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ ഇത്. അപ്പോൾ ഇതിന് ആ ഒരു ഉപയോഗം കൂടെ വരും കേട്ടോ. നമ്മൾ വയറിനും പിന്നെ ബ്രസ്റ്റ് സാഗിങ്ങിനും കൊണ്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഉപയോഗം നമുക്ക് ഒറ്റ ഇതിൽ തന്നെ വരികയും ചെയ്യും. ഇതാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാവേ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമുക്കിനി അടുത്തൊരു 20 കൂടെ എടുക്കാം കേട്ടോ. മൊത്തം 20 ആവേ. 1 2 3 4 5 6 7 8 9 10. ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തെള്ളിയാണ് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല നടുവേദനയൊക്കെ ഉള്ളവർ അതൊക്കെ മാറിയിട്ട് വേണം ചെയ്യാം കേട്ടോ. പിന്നെ നടുവേദനയൊക്കെ മാറിക്കഴിഞ്ഞ് ചെയ്യുമ്പോൾ അത്രത്തോളം തെള്ളി പിടിക്കാൻ നോക്കണ്ട. നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കുറച്ച് ചെയ്യുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാലൊന്ന് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നല്ല റിലാക്സ് കൊടുത്തോളൂ. കാരണം നല്ല പെരുപ്പായിരിക്കും കാല്. അത്രയും സമയം മടക്കി വെച്ചാണ് നല്ല പെയിൻ ഉണ്ടാവും. പക്ഷേ ഒന്ന് റിലാക്സ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കാലം ഓക്കെ ആയിക്കോളും കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ നമുക്ക് ആ പെയിനൊന്നും ഉണ്ടാവില്ല. ഒന്ന് റിലാക്സ് കൊടുക്കുമ്പോൾ അങ്ങ് ഓക്കെ ആയിക്കോളൂ കേട്ടോ. നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് ശീലമായിക്കോളൂ കേട്ടോ. നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോൾ നമുക്ക് ആ പെയിനും പെരുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനിതല്ലാണ്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഇതും കൂടെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഇരിക്കാൻ നല്ലാണ്ട് ഇതുപോലെ കേട്ടോ. നമ്മൾ ബെഡിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ലതാണ് കേട്ടോ. ഏറ്റവും നമുക്ക് മുട്ട് കുറച്ച് നകത്തി വെച്ചിട്ട് ഇപ്പോൾ കാല് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വിരലിലിരിക്കാൻ നോക്കരുത്. ഇതിങ്ങനെ അപ്പോൾ ചിലർക്ക് ഇങ്ങനെ താരില്ല. നമുക്ക് ഭൂരിഭാഗം പേർക്ക് താരില്ല കേട്ടോ. അപ്പം എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. മാക്സിമം ഒന്ന് ഇരിക്കാൻ ശ്രമിക്കും. ബെഡിൽ തന്നെ ഇരിക്കാൻ നോക്കും കേട്ടോ. നമുക്ക് അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ചൈൽഡ് പോസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ അങ്ങനെ ചെയ്യാനല്ലോ, ഞാനത് പോസും കൂടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇരിക്കുമ്പോൾ നട്ടൽ നിവർത്തിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ ഒന്ന് ചൈൽഡ് പോസ്. അപ്പം മിക്കുള്ള ആൾക്കാർക്കും ഈ ഭാഗം പൊങ്ങിയാൽ വരല്. അതുകൊണ്ട് ചെയ്യാണ്ടിരിക്കേണ്ട. നമ്മളെ ബോഡി ഫ്ലെക്സിബിൾ ആവുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ശീലമായിക്കോളൂ കേട്ടോ. പിന്നെ ഇതുപോലെ ഇരിക്കുന്നല്ല കൈ ഇങ്ങനെ കൊടുത്തിട്ട് നട്ടലിങ്ങനെ നന്നായിട്ട് നിവർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതൊക്കെ നമ്മളെ നട്ടലിൻ്റെ ഭാഗത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ ഇരിക്കുന്നുണ്ടല്ലോ, അതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ദഹനം നടക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതിന് തൊട്ട് മുന്നേ ഞാൻ കാണിച്ചായി നിവർന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കാണിച്ചാൽ നമ്മുടെ ദഹനത്തിനൊക്കെ നല്ലതാണ്. നമ്മൾ ബെഡിലൊക്കെ നിൽക്കുക, അതായത് ഇതേപോലെ ഇരിക്കുന്ന നട്ടിലൊക്കെ നിവർത്തിയിട്ട് നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ പോസുകളൊക്കെ നിങ്ങളിങ്ങനെ കൊടുക്കുക കേട്ടോ. നല്ലതാണ്. ഇതൊക്കെ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. ഞാനിതിൻ്റെ കൂടെ ആ ഒരു പോസിൽ ഇരുന്നത് കൊണ്ട് ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു പോയെന്നുള്ളൂ. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ വിശദമായിട്ട് ഇടാം. അപ്പം ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ദിവസം ചെയ്തോളൂ, റിസൾട്ട് കിട്ടുന്ന സാധനം കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ 10 വെച്ച് തന്നെ തുടങ്ങിക്കോളൂ. 10 വെച്ചൊക്കെ പറ്റുള്ളൂ. ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. ഇല്ലാത്തവർ 10 വെച്ച് തുടങ്ങി പിന്നെ ശീലകൾ പിന്നെ മെല്ലെ 20 ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ചാനലത്തായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കൂടിക്കോളൂ. അതുപോലെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് ഇട്ടൊക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.